ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ ഒരു ബോഡി കെയർ വീഡിയോ ആയാലോ. പേതുകുളി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയതായിരുന്നു ഇതും. ഇപ്പോൾ കിഴികെട്ടിയൊന്നും മസാജ് ചെയ്യുന്നില്ല. അതൊരു 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും ബോഡി പെയിനും പിഗ്മെൻറ്റേഷനും കുറവില്ലാഞ്ഞത് കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ കൂടി ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ചെയ്തു തരുന്നത് എനിക്ക് എൻ്റെ അമ്മയാണ് കേട്ടോ. പ്രഗ്നൻ്റ് ആയ ടൈം തൊട്ട് എനിക്ക് നല്ല രീതിക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. മുഖത്താണെങ്കിലും കഴുത്തിലാണെങ്കിലും കഴുത്തൊക്കെ നല്ല രീതിക്ക് ഡാർക്കായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരുപാട് കുരുക്കളായിട്ട് ദേഹത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് നല്ല രീതിക്ക് എയർ ഫോളും ഡാൻഡ്രഫും ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു 7 മന്ത് വരെ ഹസ്ബൻഡിൻ്റെ കൂടെ പുറത്തായിരുന്നു. അതിനുശേഷമാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. ഞാൻ നാട്ടിലേക്ക് വന്നപ്പോഴും തന്നെ അമ്മ എനിക്ക് കയ്യൊന്നി, ബ്രഹ്മി, കറ്റാർവാഴ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് നല്ല രീതിക്ക് ഒരു എണ്ണ കാച്ചി തന്നിട്ടുണ്ട്. എന്നും രാവിലെ ഈ ഓയിൽ ഒരു 10 മിനിറ്റോളം തലയിൽ മസാജ് ചെയ്യും. എന്നിട്ട് ഹെന്ന പാക്ക് ഇട്ട് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യും. ആ ടൈമിലാണ് നമ്മൾ മുഖത്ത് കുങ്കുമാതി തൈലമാണ് തേക്കുന്നത്. ഇത് മുഖത്തെ പിഗ്മെൻറ്റേഷനൊക്കെ മാറി സ്കിന്നൊന്ന് ബ്രൈറ്റിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ പ്രഗ്നൻസി ടൈമിലെ ഫോട്ടോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കും. നല്ല ഡാർക്കായിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് എനിക്ക് പിഗ്മെൻറ്റേഷൻ വന്നിട്ട് ഞാൻ ഒരു ഫോട്ടോ പോലും എടുക്കാത്ത സിറ്റുവേഷനായിരുന്നു. അതിൽ നിന്ന് എനിക്ക് ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. ഞാൻ ഈ കുങ്കുമാതി തൈലം എന്ന് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ചന്ദനത്തിൻ്റെ പൊടിയും ഉപ്ചാനും വെള്ളത്തിലാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ദേഹത്ത് കൊട്ടൻ ചുക്കാതിയും ധന്യന്തരവും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു കുളി പാസ്സാക്കും. ശരീരവേദനയൊക്കെ മാറാനായിട്ട് കുളിക്കാനുള്ള വെള്ളത്തിൽ പുളിയില, ഞവരയില, മാവില, പ്ലാവില, എരിക്കിൻ്റെ ഇല, പിന്നെ അങ്ങാടിക്കടയിൽ നിന്ന് നമുക്ക് ഇതിനകത്തോട്ട് ഇടാനായിട്ട് കുറച്ച് മരുന്നുകളുണ്ട്, അങ്ങാടി മരുന്നുകൾ. അതെല്ലാം കൂടെ ഇട്ട് തിളപ്പിച്ചിട്ടാണ് കുളിക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് തലയിൽ രാസ്നാദി ഇട്ട് കുന്തിരിക്കം വെച്ചിട്ട് മുടി പഹിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതെടുക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ട്. പിന്നെ സ്കിൻ കെയർ എന്ന് പറയാനൊന്നുമില്ല. പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ ക്രീമിട്ട് ഒരു പൊട്ടിട്ട് പിന്നെ ഒരു ലിപ് ബാം. ഈ ലിപ് ബാം വളരെ നല്ലൊരു ലിപ് ബാമാണ്. നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതിനിടയ്ക്ക് കണ്ണിൽ കൺമഷി എഴുതി. ഇത് നമ്മൾ വീട്ടിൽ കൂട്ടിയ കൺമഷിയാണ്. പിന്നെ കുഞ്ഞുവാവ അപ്പോഴത്തേക്ക് ഭയങ്കര ബഹളമായി തുടങ്ങി. പിന്നെ കുഞ്ഞുവാവയും കുളിപ്പിച്ച് ഫീഡൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ സുഖമായിട്ടൊന്ന് ഉറങ്ങി.